ആലപ്പുഴയിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ അച്ചാർ നൽകാത്തതിന് ക്ഷേത്ര ഭാരവാഹിയെ മർദ്ദിച്ചെന്ന് പരാതി. ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനിടെയാണ് സംഭവം. ആലപ്പുഴ സ്വദേശി അരുണിനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ദേവൻ MP ആണ് നമുക്കൊപ്പം ചേരുന്നത്. നിന്റെ ഫോൺ നിന്റെ കയ്യിലാണ്. ദേവൻ, ആലപ്പുഴയിൽ ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? അച്ചാറിന് അടിയോ? ബിനിൽ, കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതിയാണ് ആലപ്പുഴ വെള്ളക്കിണറിന് സമീപമുള്ള ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഈ മീനഭരണി ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം ഈ ഏപ്രിൽ 1-ാം തീയതി അന്നേ ദിവസത്തെ അന്നദാനം നേർച്ചയായി നേർന്നത് ഈ വെള്ളക്കിണർ സ്വദേശിയായിട്ടുള്ള രാജേഷ് ബാബുവും കുടുംബവുമായിരുന്നു. ഈ അന്നദാനത്തിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഉച്ചഭക്ഷണത്തിൽ ഈ അന്നദാനത്തിന് എത്തിയ അരുൺ എന്ന് പറയുന്ന യുവാവ് ഈ തുടരെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തുടരെ വീണ്ടും അച്ചാർ ചോദിക്കുകയും പിന്നീട് അത് ഈ കമ്മിറ്റിക്കാരും ഒപ്പം തന്നെ ഈ വിളമ്പുന്നവരുമൊക്കെ ഒരു സംഘർഷത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ രാജേഷ് ബാബു അന്നദാനം നടത്തിയ ഈ രാജേഷ് ബാബുവിന് നേരെയും ആ ഒരു സംഘർഷമുണ്ടായി. തടയാനെത്തിയ രാജേഷ് ബാബുവിന്റെ ഭാര്യയായിട്ടുള്ള അർച്ചനയ്ക്ക് നേരെയും ഈ യുവാവ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് നേരിട്ട് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഈ യാതൊരു പ്രകോപനവും കൂടാതെ ആയിരുന്നില്ല ഈ ഒരു മർദ്ദനം ഉണ്ടായത്? അതെ, ഇത് ആദ്യമേ ഒരു പ്രാവശ്യം അച്ചാർ ചോദിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, നാലാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേക്ക് അമ്പല വീട്ടിലെ ഒരു ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൊടുക്കാൻ അച്ചാർ, ഇവർക്ക് കൊടുത്ത അച്ചാർ അത് പുള്ളി തിരിച്ചിടിച്ചതിനെ തൊള്ളി ഞാൻ ചോദിച്ചു, മോനോട് ഒരു നല്ലൊരു ഉത്സവമല്ല, എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയും അവൻ എനിക്കിട്ട് അടിക്കുകയും എൻ്റെ ഭാര്യയ്ക്കിട്ട് അടിക്കുകയും എനിക്കിട്ട് അടിക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്ന് എൻ്റെ ഭാര്യയ്ക്കിട്ട് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പിന്നെ നമ്മളെ ഇന്നലെ വിളിപ്പിക്കുകയും ചെയ്ത്, നമ്മളെയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിക്കുകയും ചെയ്ത്, അങ്ങനെ രണ്ടുപേരെയും കൂടെ കേസാക്കണമെന്ന് പറഞ്ഞ് കേസാക്കി. നമ്മൾ വെള്ളക്കൽ ജംഗ്ഷനിൽ വന്ന് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഇവൻ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. സംഭവത്തിന് ശേഷം വീണ്ടും ഒരു ഭീഷണി ഈ പിടിച്ചുമാറ്റാനായിട്ട് ചെന്നപ്പോഴാണോ ചേച്ചിക്ക് നേരെയും? പിടിച്ചുമാറ്റാനായിട്ട് ചെന്നപ്പോഴാണ് അടി കിട്ടിയത്. അതെൻ്റെ ഹസ്ബൻഡ് 2 കാലിലും സ്റ്റീലിട്ടേക്കുന്നത്, ഓപ്പറേഷൻ ആക്സിഡൻറ്റ് പറ്റി 2 കാലിലും സ്റ്റീലിട്ടേക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ വീണ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല, ആ ഒരു അവസ്ഥയാണ്. അത് കാരണം ഞാൻ എളുപ്പം പിടിച്ചു മാറ്റി ചെന്നപ്പോൾ നമ്മളെ പിടിച്ച് ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച കഴുത്തി പിടിച്ച് പുറകിലോട്ട് തെള്ളിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. പിന്നെ നമ്മളെ സഹായത്തിന് നമ്മുടെ കൂടെ, അതായത് ഈ പിടിച്ച് മാറ്റാൻ വന്ന നമ്മുടെ കൂടെ വന്നവരെ വെള്ളത്തിൽ പിടിച്ച് തള്ളിയിടുകയും അവരെ അടിക്കുകയൊക്കെ ചെയ്തു. ഈ പയ്യൻ ഈ പയ്യനാണ് അരുൺ. ഈ കാണുന്ന ഈ ഫോട്ടോ കാണുന്ന ഈ പുള്ളിക്കാരാണ് നമ്മളെ മർദ്ദിച്ചിട്ടുള്ളത്. മർദ്ദനം കൈവച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഇഷ്ട കൊണ്ട് അടിക്കാൻ പിന്നെ രണ്ടാമത് വരുകയും പിന്നെ ഇവൻ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതി 2 പ്രാവശ്യം പിന്നെ ഡ്രസ്സ് മാറിക്കൊണ്ട് അവൻ ആദ്യം ഇട്ട ഡ്രസ്സല്ല പിന്നിട്ട് 2 പ്രാവശ്യം അവിടെ വരുകയും ചെയ്തു. മുൻപ് എന്തെങ്കിലും ഇത്തരത്തിൽ ഈ ആളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു നമ്മളുമായിട്ട് യാതൊരുവിധ വ്യക്തിവൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമ്മൾ ഈ അരുണുമായിട്ട് ഒന്നുമില്ല. നമുക്ക് എനിക്ക് അറിയാം, പക്ഷെ നമ്മളുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പയ്യനാണ്, നമ്മളുമായിട്ട് യാതൊരുവിധ ഇതുമില്ല, ഒരു പ്രശ്നവും ആ പയ്യനുമായിട്ടും ഇല്ല. ഈ സദ്യയുടെ ഇടയിൽ ഈ അച്ചാർ ചോദിച്ചതിന് മാത്രമാണ്, അതിന്റെ പേരിൽ മാത്രമാണ് ആ ഒരു വിഷയം നടന്നത്. ഇപ്പം ഈ അന്വേഷണത്തിൽ ഇപ്പം എന്താണ് ഇനി ബാക്കി പുരോഗതികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് വന്ന ഈ അനുഭവം വേറെ ആർക്കും വരല്ലോ. അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ നമ്മളെപ്പോലെ പാവപ്പെട്ടവർ അന്നദാനം നടത്തും. നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്ന ചിട്ടി പിടിച്ചു. അതൊക്കെ ഈ ഹസ്ബൻഡിൻ്റെ കാലിൽ 2 സ്റ്റീലായിരുന്നു. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു 5 കിലോ സാധനം വെയിറ്റ് പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരാളാണ്. അത് കാരണം ഞാനാണ് കൂടുതലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ കടകളിൽ പോകാനും സാധനം കൊടുക്കും. ഒരു അന്നദാനം നടക്കുമ്പോൾ നമ്മൾ 1000 പേരെ സദ്യ അവിടെ കരുതി അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് കൊടുക്കണ്ടേ. അതിന് പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ ഉള്ളൂ. അതായത് പൈസ കൊടുക്കാൻ നമ്മൾ ബില്ലടിച്ച് തരുമ്പോൾ പുള്ളിക്കാരൻ കൈക്ക് പൈസ കൊടുക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഒന്നിനും പുള്ളിക്കാരനെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരവസ്ഥ പുള്ളിക്കാരൻ്റെ. ഈ പുള്ളിക്കാരൻ വീണ് കഴിഞ്ഞാൽ നമുക്കിത് 2 പ്രായമായ അച്ഛനും അമ്മയാണ്. അതൊന്ന് 60 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയാണ്. ഒരു പ്രായപൂർത്തിയായ മോളുണ്ട്. നമുക്കെന്തായാലും ഈ പുള്ളിക്കാരൻ സമയം നമ്മുടെ ഒരു കുടുംബമേ പോകത്തുള്ളൂ. വേറെ കണ്ടു നിൽക്കുന്നവർക്ക് ഒന്നും പോകത്തില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ പോകത്തുള്ളൂ. ഈ ഒരു അനുഭവം ഇനി ആർക്കും ഈ അരുൺ അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കല്ലോ.
ഇത് 1-ാം തീയതി മാത്രമല്ല 31-ാം തീയതി ഈ അരുൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ബിനിൽ. ഇവർ തന്നെ നേരിട്ട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകൾ ഈ ഭക്ഷണത്തിനായി അന്നദാനത്തിനുമൊക്കെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഇത്തരത്തിലൊരു മനഃപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള സാഹചര്യമെല്ലാം തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആവർത്തിച്ച് അച്ചാർ ചോദിച്ചപ്പോൾ ഇതൊരു അന്നദാനമാണല്ലോ എന്ന് പറഞ്ഞു പോയതിന് മർദ്ദനമുണ്ടായി എന്നുള്ളതാണ് ദേവനോട് സംസാരിച്ച ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിലെ ക്ഷേത്രത്തിലാണ്. അന്നദാനത്തിനിടെയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അരുണിനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്.